അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൽ SSC RRBക്ക് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്തായിരുന്നു. പ്രിയാമ്പിൾ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി, സിറ്റിസൺ തുടങ്ങിയ ടോപ്പിക്കുകൾ വരുന്ന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്തു. ഇത് അതിൻ്റെ പാർട്ട് 2 ആണ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതിന് മുമ്പായിട്ട് നിങ്ങളോടൊരു കാര്യം, ഞങ്ങളുടെ വാട്സാപ്പിൻ്റെയും ടെലഗ്രാമിൻ്റെയും ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഏറ്റവും താഴത്തായിട്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതിലും ഞങ്ങൾ ഒരുപാട് മെറ്റീരിയൽസ് ഞങ്ങൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. The authority to issue writs for the enforcement of fundamental rights rests with whom? അതായത് റിട്ടുകൾ നമുക്കറിയാം നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ സംരക്ഷകനാണ്. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിനൊരു സൊല്യൂഷൻ വേണം, അല്ലേ? ആ സൊല്യൂഷനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? റിട്ടുകൾ എന്ന് വിളിക്കുന്നത്. സൊല്യൂഷൻ ഇല്ലെങ്കിൽ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള ആർട്ടിക്കിൾ കൊണ്ട് എന്താണ് യാതൊരുവിധ ഉപകാരവുമില്ല. കാരണം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് നമുക്കൊരു സൊല്യൂഷൻ വേണം. അതാണ് എന്ത് എന്ന് പറയുന്നത്? റിട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആ റിട്ടുകൾ അല്ലെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ തന്ന ഓപ്ഷൻസിൽ അതിൽ ഏതാണ് കറക്റ്റ് ഉത്തരം? സുപ്രീം കോർട്ടാണ് എന്ത് ചെയ്യുന്നത്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ടോട്ടൽ 5 ടൈപ്പ് റിട്ടുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയത് ചോദിച്ചു കഴിഞ്ഞാൽ, 1 ഹേബിയസ് കോർപ്പസ്, 2 മാൻഡമസ്, 3 സെർഷ്യോറി, 4 പ്രൊഹിബിഷൻ, 5 കോവാറണ്ട്. ഈ റിട്ടുകൾ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്കാണ്. അതുകൊണ്ട് ഈ റിട്ടുകൾ എന്താണ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ടോട്ടൽ എത്ര റിട്ടുകളുണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എത്രയാണ്? ടോട്ടൽ നമുക്ക് 5 റിട്ടുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ടാണ്. അതുപോലെ തന്നെ അടുത്ത ചോദിച്ചിരിക്കുന്ന ചോദ്യം, ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സസ്പെൻഡഡ് ബൈ ദ. ആർക്കാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം എന്നാണ് ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം, പ്രസിഡൻറ്റിന് തന്നെയാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളത്? സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളത്. ഹൂ കമ്പോണൻറ്റ് അമെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അതായത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെൻറ്റിനാണുള്ളത്. ആർട്ടിക്കിൾ 12 അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വിച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ക്യാൻ ബി സെഡ് ടു ബി സ്പെഷ്യലി ആപ്ലിക്കബിൾ ടു ചിൽഡ്രൻ. ഇപ്പോൾ അവിടെ 4 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കുട്ടികൾക്ക് അപ്ലിക്കബിൾ ആവുന്ന, സ്പെഷ്യലി ചിൽഡ്രൻസിന് അപ്ലിക്കബിൾ ആവുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ അപ് ടു 14 ഇയേഴ്സ് ഓഫ് ഏജ്, റൈറ്റ് എഗെയിൻസ്റ്റ് എംപ്ലോയ്മെൻറ്റ് അപ് ടു 14 ഇയേഴ്സ് ഓഫ് ഏജ്, റൈറ്റ് ടു എഡ്യൂക്കേറ്റഡ് ഇൻ ദ മദർ ടങ് ഇൻ പ്രൈമറി എഡ്യൂക്കേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ റൈറ്റ് എഗെയിൻസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഡേഞ്ചറസ് ഒക്യുപ്പേഷൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് 4ാമത് തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി തന്നെയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡേഞ്ചറസ് സിറ്റുവേഷൻസിൽ, അതായത് ഖനികൾ പോലുള്ള സ്ഥലങ്ങളിലൊന്നും എന്ത് ചെയ്യരുത്? കുട്ടികളെ ജോലിക്ക് വിടരുത് എന്ന്. ആ റൈറ്റ് തന്നെയാണ് എന്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, സ്പെഷ്യലി എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ഫോംഡ് a part of original constitution were added by the first amendment act, were removed by the 42nd amendment act, are enumerated in the part 4. ഓക്കെ, ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോംഡ് എ പാർട്ട് ഓഫ് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്നുള്ള എന്താണ്? ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്, അല്ലേ? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ്. അത് നമ്മൾ അമെൻഡ് ചെയ്ത് ചേർത്ത കാര്യങ്ങളൊന്നും അല്ല. On whom does the Constitution confer responsibility for enforcement of fundamental rights? അതായത് എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യുന്നതിനുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ നിലവിൽ കൊണ്ടുവരുന്നതിനുള്ള സാഹചര്യം. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊക്കെ എന്തുണ്ട്? ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഒരു മൗലികാവകാശമുണ്ട്. അത് നടപ്പിലാക്കാനുള്ള നടപ്പിലാക്കാനുള്ള കടമ, റെസ്പോൺസിബിലിറ്റി ആരുടെയെന്നാണ് ചോദിക്കുന്നത്. അത് പൂർണ്ണമായിട്ടും ആരുടെയാണ്?
സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയാണ്. കാരണം എന്താണ്, നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഒന്നെങ്കിൽ ഹൈക്കോർട്ടിനെയോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെയോ സമീപിക്കാം. പക്ഷേ ബാക്കിയുള്ള കേസൊക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യം ലോവർ കോർട്ടിൽ നിന്ന് ഹയർ കോർട്ടിലേക്ക് മാത്രമേ പോകാൻ പറ്റൂ. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് ഹൈക്കോർട്ടിനെയോ അല്ലെങ്കിൽ സുപ്രീം കോർട്ടിനെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സമീപിക്കാൻ കഴിയും. അതുകൊണ്ട് അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്ന ആരുടെയാണ്, സുപ്രീം കോർട്ടിൻ്റെയും ഹൈക്കോർട്ടിൻ്റെയും ആണ്. Which fundamental right cannot suspended even in emergency under Article 352 of the Constitution? അതായത് ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാത്ത മൗലികാവകാശം, ഫണ്ടമെൻ്റൽ റൈറ്റ്, ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഈ തന്നിരിക്കുന്നതിൽ ഏത് മൗലികാവകാശമാണ് നമുക്ക് നഷ്ടപ്പെടാത്തതെന്നാണ് ചോദിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്താണ്, റൈറ്റ് ടു ലൈഫാണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യാത്തത്, നമുക്ക് നഷ്ടപ്പെടാത്തത്. കാരണം ഒരു എമർജൻസിയാണ് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒരു ഗവൺമെൻറ്റിന് കൊന്നു തള്ളാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ജീവിക്കാനുള്ള അവകാശം കളയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് നഷ്ടപ്പെടാത്ത ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ടു ലൈഫാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ആർട്ടിക്കിൾ ഇൻ പാർട്ട് 3 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എംഫസസ് ഇറ്റ്സ് സെക്കുലർ ക്യാരക്ടർ? അതായത് എന്താണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 3-ൽ സെക്കുലർ ക്യാരക്ടർ, മതേതരത്വത്തിൻ്റെ ക്യാരക്ടർ കാണിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്, ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ്. ഇതിലാണ് ഏതിനെക്കുറിച്ച് പറയുന്നത്, നമുക്കിഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മളുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശത്തെക്കുറിച്ചൊക്കെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയുള്ളതിലാണ് പറയുന്നത്. അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഡ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ഭാരത് രത്ന ആൻഡ് പത്മശ്രീ അവാർഡ്? അതായത് എന്താണ്, ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഭാരതരത്ന അതുപോലെ തന്നെ പത്മശ്രീ അവാർഡൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ആർട്ടിക്കിളിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആർട്ടിക്കിൾ 18 കീഴിലാണ്. ആർട്ടിക്കിൾ 18 കീഴിൽ എന്താണ് പറയുന്നത്, ടൈറ്റിലൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനത്തെ ഉള്ള ടൈറ്റിലുകളാണ് പാടാത്തത്, നമുക്ക് പണ്ട് ബ്രിട്ടീഷുകാർ തന്നിരുന്ന സർ പദവി, അങ്ങനത്തെ ടൈറ്റിലൊന്നും പാടില്ല. പക്ഷേ എന്താവാം, അക്കാഡമിക്കോ അല്ലെങ്കിൽ മിലിറ്ററി അങ്ങനത്തെ ടൈറ്റിൽസൊക്കെ ആകാനും ഏത് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 18 പറയുന്നുണ്ട്. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ഇൻഡിവിജ്വൽ മൂവ് ദ സുപ്രീം കോർട്ട് ഡയറക്ട്ലി ഇൻ കേസ് ഓഫ് എനി വയലേഷൻ ഓഫ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഒരു സിറ്റിസന് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 32-ലാണ്. 32 പ്രകാരമാണ്. ഈ ആർട്ടിക്കിൾ 32-ലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ റെട്ടുകളെക്കുറിച്ച് പറയുന്നത് ഏത് ആർട്ടിക്കിളിലാണ്, ഈ ആർട്ടിക്കിളിലാണ്. ഓക്കെ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡീൽസ് വിത്ത് ദ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്? ആർട്ടിക്കിൾ 32 തന്നെയാണ്. ആർട്ടിക്കിൾ 32 എന്താ അറിയപ്പെടുന്നത്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് അഥവാ റിട്ട് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾസ് ഡീൽസ് വിത്ത് ദ ഇംപീച്ച്മെൻറ്റ് പ്രോസസ് എഗെയിൻസ്റ്റ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ? അതായത് എന്താണ്, ഏത് ആർട്ടിക്കിളാണ് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ച്, അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്, ആർട്ടിക്കിൾ 61-ലാണ് അത് പറയുന്നത്. ദ ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. അൺടച്ചബിലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്, ആർട്ടിക്കിൾ 17-ആണ്. നമുക്കറിയാം അൺടച്ചബിലിറ്റി അതുപോലെ തന്നെ ചെരുപ്പ് മാലടിക്കുന്നതൊക്കെ ഏതിൻ്റെ എതിരാണ്, ആർട്ടിക്കിൾ 17-നെതിരാണ്. അത് എന്ത് ചെയ്യുന്നു, അൺടച്ചബിലിറ്റിയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി നല്ലതാണ് എന്ന് സംസാരിക്കുന്നതൊക്കെ ഏതിനെതിരാണ്, ആർട്ടിക്കിൾ 17-നെതിരാണ്. അങ്ങനെയൊന്നും ഒരിക്കലും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല എന്നാണ് ഇത് പറയുന്നത്, ആർട്ടിക്കിൾ 17. വോട്ടിംഗ് റൈറ്റ് ബൈ ദ യൂത്ത് അറ്റ് ദ ഏജ് ഓഫ് 18 years വാസ് എക്സൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ജനറൽ ഇലക്ഷൻ ഓഫ്? അതായത് ഏത് ജനറൽ ഇലക്ഷൻ പ്രകാരമാണ് 18 വയസ്സുകാർക്ക് എന്ത് ചെയ്യാന്നുള്ള ഒരു, അതായത് 18 വയസ്സുകാർക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1989-ലാണ്. ഓക്കെ. വിച്ച് പ്രൊവിഷൻ റിലേറ്റഡ് ടു ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രൻ? അതായത് ഇതിൽ ഏത് ഫണ്ടമെൻ്റൽ റൈറ്റാണ് ഡയറക്ട്ലി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ചിൽഡ്രനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത്
എന്താണ് കുട്ടികളെ ചൂഷണം ചെയ്യുക എന്നുള്ളത് ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ഈ തന്നിരിക്കുന്ന ആർട്ടിക്കിളിൽ ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? അത് ആർട്ടിക്കിൾ 24 ആർട്ടിക്കിൾ 24 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? കുട്ടികളെ ഫാക്ടറിയിൽ ജോലി എടുപ്പിക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ ദുർഘടം പിടിച്ച അവസ്ഥകളിൽ ജോലി എടുപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ആർട്ടിക്കിൾ 24 പറയുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് അമെൻമെൻറ്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസേർട്ടഡ് ന്യൂ ആർട്ടിക്കിൾ 21A പ്രൊവൈഡിങ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് 21A എന്ന ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്ത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്നുള്ള ആർട്ടിക്കിൾ ഇൻസേർട്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണ്? 86ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ്. ഇതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? ഈ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസ് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും മുഴുവനായും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഉപകാരപ്പെടും. ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ പോലും ഇതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്താണ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ താങ്ക് യു.